രണ്ടാം ദിവസം രാവിലെ 8:30 മണി. പ്രേതത്തെ ഉണർത്തിയത് അറിയാതിരിക്കുന്ന ഹൗസ് മേറ്റ്സ്. കണ്ടോളിയാ, രാത്രി നമ്മളെ കരയിപ്പിച്ചിട്ട് ഇവളമാരിപ്പോ എന്ത് കഴിച്ചോണ്ടിരിക്കുന്നെന്ന്. അളിയ, നമുക്കത് മാറ്റി ക്രിയേറ്റ് ചെയ്യാം. വാ ബേബി. ഗുഡ് മോർണിംഗ് ബേബി. ഗുഡ് മോർണിംഗ്. പഴം നല്ല ഇഷ്ടം തോന്നല്ലോ. അളിയ, എന്റെ ആളിന്റെ ചിരി കുറച്ച് കൂടുന്നുണ്ടല്ലോ. എന്റെ ആള് പഴം കഴിക്കുന്ന സ്റ്റൈൽ നോക്കടാ. നിന്റെ ആള് വാഴപ്പഴം കഴിക്കുന്നതിന് അങ്ങനെയാണെങ്കിലേ എന്റെ ആള് കഴിക്കുന്നത് കണ്ടു നോക്കാം. അടിപൊളി അളിയാ, ഇവളുമാര് രണ്ടുപേരും അടിപൊളി മൂഡിലാണെന്ന് തോന്നുന്നു. മിസ് ചെയ്യാണ്ട് ഇത് യൂസ് ചെയ്തിരണം. അളിയ, എന്റെ ആള് സിബില് കൈവയ്ക്കുന്നു. അളിയാ, അതിന്റെ ആള് ലേറ്റാ. ഇവിടെ പരിപാടി തുടങ്ങിയിട്ട് കാലം കുറേ. ഒരുപാട് ചെയ്യേണ്ടിരുന്നെന്ന് തോന്നുന്നു. നല്ല പല്ല് തട്ടാതെ നോക്കണേ. കഴിക്കലേ കഴിക്കലേ. ഇവളമാര് ഇവിടെ, അപ്പൊ താഴെ ആരാ? എന്താണ് എവിടെമാര് തുപ്പിന് പോണത്? അറിഞ്ഞൂടടാ. കഷ്ടം. രാവിലെ 10 മണി. ഇവളമാരൊക്കെ വെറുതെടാ ഭാര്യ എന്ന് പറയുന്നിരിക്കുന്നേ. ഒന്ന് ഭക്ഷണം പോലും ഉണ്ടാക്കി തരുന്നില്ലല്ലോടാ. ഇവളമാരൊക്കെ കല്യാണം കഴിച്ചിട്ട് മൊബൈൽ സിഗ്നൽ എന്നെ കിട്ടുന്നില്ല. ഫോൺ സിഗ്നൽ ഇപ്പൊ ആവശ്യമാണോടാ? ഇവിടെ ആവശ്യമുള്ള സിഗ്നൽ വരെ കിട്ടിയിട്ടില്ല ഇതുവരെ. എന്തുവാടാ കഴിക്കുക? ഇന്നാ താങ്ക് യു. ഞാൻ പറഞ്ഞിട്ട് അല്ല, നീ കഴിച്ചോ. കുന്തത്തിന് എന്ത് പറ്റിയതാന്ന് ഒന്ന് വന്നു തൊലക്ക്. അത് താടാ, ഒരു സാധനം കുറെ ദിവസം യൂസ് ചെയ്തില്ലെങ്കിലേ ഇതുപോലെ ഫ്രീസ് ആയിരിക്കും. കറക്റ്റായ സംസാരം തന്നെ. കറക്റ്റാ. 4 തവണ കുലുക്കി ഇങ്ങനെ അമർത്തിയ 4 വർഷം കുലിക്കാൻ വരും എന്ന് പറഞ്ഞിട്ട് കുലുക്ക്. ഏടാ, ഇത് ഇങ്ങനെ ഒന്നും അല്ലടാ. എന്താണ് നീ മുഴുവനും പുറത്ത് തീർപ്പിച്ചല്ലോ. അറിയാണ്ട് അമ്മയ്ക്ക് അതാ തീർന്നു പോയടാ. എന്ത് ചെയ്യും? പക്ഷെ ഇവരെന്തും ഗേ ആയിരിക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ലടി, ചിലപ്പോ കളിക്കുന്നതായിരിക്കും. വാ, തൊടാൻ കിട്ടിയില്ലെന്ന് വിചാരിച്ചപ്പോ ഞക്ക തന്നെ രോഗമായി പോയി. ഇല്ലടി, ഞാൻ കോളേജ് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചതാണ്. പക്ഷേ ഞാൻ ചോദിച്ചിട്ടുണ്ട് കോളേജിൽ പറഞ്ഞത്. അവർക്കൊന്നും അറിയാമെന്നാ പറഞ്ഞത്. സമയം വൈകുന്നേരം 6:30 മണി. തന്റെ ഭർത്താക്കന്മാരെന്ന് സംശയിക്കുന്ന ഭാര്യമാർ. ചോദിക്കേ, നിങ്ങൾ രണ്ടുപേരും എന്തിനാ സ്പ്രേ അടിച്ചേ? സ്പ്രേയോ? ആളിയെ നീ തന്നെ പറഞ്ഞേക്ക്. അത് പിന്നെ ഫസ്റ്റ് ടൈം അല്ലേ, പെട്ടെന്ന് വന്നാലോ നാണക്കേടാവൂലേ. സ്പ്രേ അടിച്ചാ കുറെ നേരം ചെയ്യാൻ പറ്റുമെന്ന് നെറ്റില് ഇട്ടിരുന്നു, അതുകൊണ്ടാ അടിച്ചത്. എന്നാ ശരി, നമുക്ക് ഡ്രിങ്ക്സ് കഴിക്കാം. കള്ളോ? കള്ളു കുടിച്ചാ തെറ്റല്ലേ? കള്ളായാലും കൈയായാലും ഓവറായിട്ട് അടിച്ചാലാ തെറ്റ്. അളവില് കുടിച്ചാ അമൃത. അടിപൊളി മോളെ ചക്കര. കണ്ടില്ലേ എന്റെ ആളിന്റെ പവറൊക്കെ? പക്ഷേ ഞങ്ങൾക്ക് മദ്യപിച്ച് ശീലല്ലോ. നമ്മൾ കുടിക്കാത്ത കള്ളുണ്ടോ പട്ടി? എന്തിനാ നോണ പറയുന്നത്? ഇതിന് പേര് റൊമാൻസ് ആണ്, ഫോളോ ചെയ്യും. ഓക്കെ ഓക്കെ, കണ്ടിട്ട് ഞാനും കുടിക്കത്തില്ല. ഞങ്ങൾക്ക് മദ്യപിച്ച് ശീലല്ല, അതുകൊണ്ട് എങ്ങനെയാ കുടിക്കാന്ന് അറിയില്ല. ഞങ്ങള് പഠിപ്പിച്ചു തരാം. മദ്യം ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ച് നമ്മുടെ വിരൽ കൊണ്ട് ഇതിങ്ങനെ എടുത്ത് ഒരു സിപ്പ് ഇങ്ങനെ കുടിക്കണം. ഒരു കടി കള്ളൊരു സിപ്പ് കുടിച്ചിട്ട് അച്ചാറിങ്ങനെ വിരൽ തുമ്പിൽ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ നാക്കിലിങ്ങനെ വെച്ചാലേ
ഇങ്ങനെ ഇരിക്കും. ഇതെന്തിനാണ് നശിപ്പിക്കുന്നത്? ഇത് നമ്മളല്ലേ റെഡിയാക്കണ്ടേ? പിന്നെന്താ അവളുമാരുടെ വിചാരം നമ്മൾ പ്രയത്നെ പേടിച്ച് വന്നതല്ല എന്നായിരിക്കും. ദേഷ്യം പിടിച്ചിട്ട് വയ്യ. അളിയ, ആദ്യം ഇതൊക്കെ വിട്. ആ പ്രേതത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ആദ്യം അതിന് ഐഡിയ പറ. സ്കൂള്, കോളേജ്, എല്ലാ സ്ഥലത്തും നമ്മളെ ഗേ 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 എന്നാണ് പറയുന്നത്. ഇതെല്ലാം കടന്ന് കല്യാണം കഴിഞ്ഞ് വീടിന്റെ അകത്തേക്ക് വന്ന ഈ പ്രേതം പോലെ നമ്മളെ ഗേ എന്നാണ് പ്രൊജക്ട് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ ദേഷ്യം പിടിക്കാതിരിക്കുക? അളിയ, ഇത്ര ദേഷ്യപ്പെടില്ലടാ. നമ്മള് ദേഷ്യപ്പെടുന്നത് കൊണ്ട് നമ്മൾ കാര്യം വിചാരിക്കുന്നത് നടക്കില്ല. അളിയ, ഒന്ന് റിലാക്സ് ആവടാ. നോക്കിയേ, ഒരു സൂപ്പർ ഐഡിയ ഉണ്ട് എൻ്റെ അടുത്ത്. അളിയ, ദേഷ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ അത് പ്രശ്നമാടാ. അത് ഏതെങ്കിലും ഒരു വഴിയിൽ ഇറക്കി വെക്കണോടാ. എവിടെ പോയി ഇറക്കി വെക്കാനാ? സ്കൂളിലെടുത്തും ഫോട്ടോ എടുത്തല്ലേ, അവന്റെ അടുത്ത് പോയി ഇറക്കി വെക്കട്ടെ. തൊട്ടടുത്ത വീട്ടിലെ ഒരു പെണ്ണും നമ്മളായിട്ട് ഉണ്ടാക്കിയില്ലേ, അവളുടെ അടുത്ത് പോയി ഇറക്കി വെക്കട്ടെ. അല്ലെങ്കിൽ ഈ പ്രയത്നടുത്ത് പോയി എല്ലാം ഇറക്കി വെക്കട്ടെ. പൊട്ടനെ പോലെ സംസാരിക്കില്ലേ? എടാ, നിന്റെ ദേഷ്യം പോവാൻ ഞാൻ നിനക്ക് 3 ഓപ്ഷൻ തരാം. എന്തെങ്കിലും ചൂസ് ചെയ്യേ. എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ എടുത്തോളേ. നിന്റെ ദേഷ്യം മാറാനേ ഈ തലവേണയിൽ ഈ കത്തി ഇങ്ങനെ എടുത്തിട്ട് കുത്തിയിട്ട് ആ ദേഷ്യം കണ്ട് കളഞ്ഞാൽ. അങ്ങനെ ഇല്ലെങ്കിൽ അത് ഓപ്ഷൻ 2 സോഫ്റ്റ് ബോൾ. ഈ സോഫ്റ്റ് ബോൾ നീ ഉപയോഗിക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ ഈ ബോൾ എടുത്ത് ഇങ്ങനെ അമക്കി എടുത്ത് അത് നമ്മുടെ ദേഷ്യം മാറിപ്പോടാ. അങ്ങനെയും മാറിയില്ലെങ്കിൽ ഓപ്ഷൻ 3 സിമ്പിൾ. ഈ വെള്ളം എടുത്തിട്ട് ഫുള്ളായിട്ട് കുടിക്കണോടാ. എന്നിട്ട് ദേഷ്യം ഇറങ്ങിയില്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് തലവഴി ഒഴിച്ച് നല്ലപോലെ കൂളാക്കി എടുത്തേക്കണോടാ. സൂപ്പർ അളിയ, സൂപ്പർ അളിയ. കമോൺ കമോൺ, സൂപ്പർ. അടി ആഗ്രഹ. കമോൺ, യു ക്യാൻ മാൻ, യു ക്യാൻ. അവനെ കുത്തിക്കൊല്ലേ. എനിക്ക് മാത്രമേ ദേഷ്യമുള്ളൂ. നിനക്ക് ദേഷ്യമല്ലേ? വാ, വാ, ഒന്ന് ഒരുമിച്ച് കുത്താം. വാ, കുത്ത്. കുത്ത്. അങ്ങനെ തന്നെ. കുത്ത്. അങ്ങനെ തന്നെ. ആഞ്ഞു കുത്ത്. അങ്ങനെ more force. Come on, you can. Force. അജാത്ത്, നിന്റെ ദേഷ്യം പോയോ? ഇല്ല. അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ. പൂജ, ഞങ്ങളെ വിശ്വസിക്ക്. ഈ വീടിനകത്ത് ഒരു പ്രേതമുണ്ട്. എടാ പറയടാ. അതെ, ഇവിടെ ഒരു പ്രേതം. നമ്മളെ ബെഡ്റൂമിൽ വന്ന് നമ്മളെ മൂടാക്കിയിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ചെയ്യുന്നല്ലേ? Definitely you are a gay. Yes, you are. No, പ്രിയ. ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ കല്യാണാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ പറ്റിച്ചില്ലേ? പൂജ, അങ്ങനെയല്ല. ഞങ്ങൾ നാളെ രാവിലെ തന്നെ തിരിച്ചു പോകും. പൂജ, പൂജ, ഞാൻ പറയുന്നത് കേൾക്ക്. രണ്ടുപേരും തന്നെ ഒന്നിച്ചോ. അത് നല്ലത്. പ്രിയ. അവനവന്റെ ഒരു ഐഡിയ.
എടാ എടാ എങ്ങോട്ടാണ് പോണ എടാ? പൂജ 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 എന്ത് ചെയ്യാനാണോ എന്നാന്നറിയില്ല. എല്ലാം റെഡിയാക്കി എന്നിട്ട് എടി അയ്യോ എൻ്റെ വൈഫി ബേബി ഞാൻ വേണോ? വാ 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 നീ വാടി വാ. എടാ തല ആദ്യം പുറത്തേക്ക് വിട്. ഞാനും എന്റെ ഭർത്താവും ആദ്യരാത്രിയിൽ തന്നെ ഒരു സുഖവും അനുഭവിക്കാതെ അഗ്നിയിൽ എരിഞ്ഞടങ്ങി. കത്തി എരിഞ്ഞത് വീട് മാത്രമല്ല എന്റെ ആശയം കൂടിയാണ്. ഒരു പെണ്ണ് കന്യകയായിട്ട് മരിക്കുന്നത് എത്ര വലിയ ദ്രോഹമാണെന്നറിയോ? അന്നു മുതൽ ഇന്ന് വരെ അടങ്ങാത്ത ആഗ്രഹത്തോടെ ഞാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ ഇവിടെ വരുന്ന ഒരുത്തൻ പോലും വെർജിൻ അല്ല. കാത്തിരുന്ന് കിട്ടിയത് നിങ്ങളെയാണ്. നിങ്ങൾ ഒരുത്തന് മാത്രമേ എന്റെ ആഗ്രഹം നിറവേറ്റാൻ സാധിക്കൂ. അതുവരെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ വിട്ട് പുറത്തു പോകാൻ സാധിക്കില്ല. ഏയ് പൊട്ടിക്കഴുതിനെ പോലെ സംസാരിക്കും. വായടക്കടി. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജനിച്ച് ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച് തന്നെ എല്ലാം ചെയ്യണമെന്ന് വിചാരിച്ച് രണ്ട് പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് ഇവിടെ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഒരാളെ ചൂസ് ചെയ്യുന്നു പറഞ്ഞാൽ ഒരാറ്റ. ഒരു മിനിറ്റ് എടി, നിനക്ക് വേണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ചെയ്തോ, അല്ലെങ്കിൽ നിനക്ക് ഒരു കുന്ത കിട്ടില്ല. പോ. സൂപ്പർ അല്ലേ നീ? നമ്മൾ പുലിയല്ലേ? ഓഹോ അങ്ങനെയോ? ആ മറ്റൊന്നുകൂടി അറിഞ്ഞോളൂ. എന്റെ കൂടെ ശരീരം പങ്കിടുന്നവൻ മരിച്ചു പോകുന്നതാണ്. ഓ, പറയടാ, വരുന്നുണ്ടോ?